അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവിടുത്തെ കോടതികളും തമ്മിൽ എന്തെങ്കിലും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടോ? വലിയ ഏറ്റുമുട്ടലാണ്. ട്രംപ് പറഞ്ഞു, ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്, അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന്, ഐക്യത്തിന്, സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കുറുക്കന്മാരായ ജഡ്ജിമാർ, ഭ്രാന്തന്മാർ, വട്ടാണ് അവനൊക്കെ, ലുണാറ്റിക് എന്നാ പറഞ്ഞത്, ലുണാറ്റിക്, ട്രബിൾ മേക്കർ, അജിറ്റേറ്റർ, ഇങ്ങനെയായുള്ള ജഡ്ജിമാരോടെ കയറിയപ്പോൾ ഇവന്മാരെയെല്ലാം ഞാൻ ഇംപീച്ച് ചെയ്യും, പാർലമെൻറ്റിൽ കൊണ്ട് ഇംപീച്ച് ചെയ്യും എന്ന് പറഞ്ഞു. ഉടനെ ഇത് കേട്ട് സുപ്രീം കോടതി ഞെട്ടിപ്പോയി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജോൺ ജെ റോൺസ് ജൂനിയർ പരസ്യമായി, അങ്ങനെ സുപ്രീം കോടതി ജഡ്ജിമാരൊന്നും പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കത്തില്ല. സുപ്രീം കോടതി ജഡ്ജി വന്നിട്ട് പറഞ്ഞു, ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ വിധിയിൽ എതിർപ്പുണ്ടായാൽ അതിന് അപ്പീൽ കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇംപീച്ച് ചെയ്യാമോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം പുള്ളി പറഞ്ഞു. പക്ഷേ അപ്പീലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പ്രസിഡന്റ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ജഡ്ജിമാരെ ഇന്ത്യയിൽ അവിടെയൊക്കെ ഇംപീച്ച് ചെയ്യാണ്, ഇംപീച്ച് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഇത് നരേന്ദ്രമോദി, നമ്മുടെ ഈ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് കാണണം എന്നാണ് കേൾക്കുന്നത്. കാരണം ഒരു കാരണവുമില്ലാതെ ചില കോടതി വിധികൾ, സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന കോടതി വിധികൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ചില ആക്ഷേപങ്ങൾ BJP ഒക്കെ പരോക്ഷമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ കോടതികൾ നിലവിലുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് കോടതി വേണ്ടത്, അല്ലാതെ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലേക്ക് കൈകടത്തി സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കോടതികൾ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യയിലും ഉണ്ടായി വരുന്നുണ്ട്. പറയാതിരക്കുക, ജുഡീഷ്യൽ ആക്ടിവിസം ആണെങ്കിലും, അല്ലെങ്കിൽ ജുഡീഷ്യറി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ മറികടന്ന് എക്സിക്യൂട്ടീവിൻ്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന പ്രവണത ഇപ്പോഴും കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ സമീപകാലത്തുണ്ടായ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിൻ്റെ വിധിയിലാണെങ്കിലും അതൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമാണ്. എന്തിന് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് ഈ കൊളീജിയം ചേർന്ന് ജഡ്ജിമാരെ നിയമിക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് പാർലമെൻറ്റ് നിയമിക്കുന്ന ഒരു ബോഡി, അത് പാർലമെൻ്റ് അല്ലേ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധി, സുപ്രീം കോടതി അല്ലല്ലോ, ഹൈക്കോടതി അല്ലല്ലോ, ജില്ലാ കോടതി അല്ലല്ലോ, ഒരു കോടതിയല്ല അല്ലേ, പാർലമെൻറ്റാണ് ജനങ്ങളുടെ ജനഹിതം നടപ്പാക്കുന്ന, ജനങ്ങളുടെ ആശയവും അഭിലാഷവും പ്രതിഫലിപ്പിക്കുന്ന വേദി. പാർലമെന്റ് ഉണ്ടാക്കുന്ന ഒരു നിയമം അങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് പാസാക്കി ഇന്ത്യയിലെ 19 or 20 നിയമസഭകൾ അംഗീകരിച്ചു നിയമത്തെ 2-3 ജഡ്ജിമാർ തള്ളിക്കളഞ്ഞു. ആലോചിച്ച് നോക്കിയേ, 148 കോടി ജനങ്ങളുടെ തീരുമാനത്തെയാണ്, പാർലമെന്റിന്റെ തീരുമാനത്തെയാണ് വിരലെണ്ണാവുന്ന ഒരു തരത്തിലുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത പ്രോസസ്സ് വഴി നിയമിക്കപ്പെട്ട, എനിക്ക് ലോ ഗ്രാജുവേഷൻ ഉണ്ട്, എനിക്ക് അറിയാമല്ലോ സുനിൽ, എനിക്ക് സുപ്രീം കോടതി ജഡ്ജി ആവണമെന്നുണ്ട്, എനിക്ക് പറ്റുമോ? പറ്റില്ല. ഇവിടെ എല്ലാ പൗരനും എല്ലാത്തിനും അവസരം ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് പറ്റുമോ? എനിക്കൊരു പരീക്ഷ എഴുതാൻ പറ്റുമോ ജഡ്ജി ആവാൻ വേണ്ടിയിട്ട്? ഇല്ല. എന്താ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം? കൊളീജിയം തീരുമാനിക്കും. എനിക്ക് സുപ്രീം കോടതി ജഡ്ജി ആവണം, എനിക്ക് അതിന് വേണ്ടി ഒരു പരീക്ഷ ഉണ്ടാവും? ഇല്ല. എനിക്ക് ഹൈക്കോടതി ജഡ്ജി ആവണം, എനിക്ക് പരീക്ഷ ഉണ്ടാവും? ഇത് ഈ നിയമവിരുദ്ധമുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷനുള്ള ഏതൊരു പൗരനും അതിന് കഴിയണം, എങ്കിൽ മാത്രമേ അത് സുതാര്യമാവത്തുള്ളൂ. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയിൽ ഇപ്പോൾ നടന്ന സംഭവം വളരെ കൗതുകകരമായൊരു സംഭവമാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അനധികൃതമായി രാജ്യത്ത് കുടിയേറിയിരിക്കുന്നവരെയൊക്കെ ട്രംപ് ചവിട്ടി പുറത്തായിക്കൊണ്ടിരിക്കുക. വെനസ്വേല എന്ന് പറയുന്ന രാജ്യം, വെനസ്വേല ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണല്ലോ. വെനസ്വേലയിൽ നിന്ന് അവിടെ അമേരിക്കയിൽ കുടിയേറിയിരുന്ന 261 പേരെ കഴിഞ്ഞ ദിവസം ഒരു വിമാനത്തിൽ കയറിയിട്ട് ട്രംപ് എൽ സാൽവദോറിലേക്ക് നാട് കടത്തി. അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ, എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അവിടുത്തെ വാഷിങ്ടൺ DC ജില്ലാ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴത്തേക്ക് ജില്ലാ ജഡ്ജി ജെയിംസ് ബോസ്ബർഗ് പറഞ്ഞു, അവരെ തിരിച്ചയക്കാൻ പറ്റില്ല, അവരെ കയറ്റിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ അറ്റോർണി ജനറൽ പറഞ്ഞു, ഫ്ലൈറ്റ് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ അറ്റോർണി ഈ ജഡ്ജി പറഞ്ഞു, പറ്റത്തില്ല, ഫ്ലൈറ്റ് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഉടനെ അറ്റോർണി ജനറൽ പറഞ്ഞു, അമേരിക്കൻ ഫ്ലൈറ്റ് ആണ്, പക്ഷേ ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഇപ്പോൾ അത് പറന്നു, അമേരിക്ക നേരത്തെ വിട്ടുപോയി, അന്താരാഷ്ട്ര സമുദ്രത്തിന് മുകളിൽ പറക്കുകയാണ്, അത് അമേരിക്കയുടെ അല്ല, അവിടെ നിൽക്കുന്ന വിമാനത്തെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ വിമാനം പോയി എൽ സാൽവദോറിൽ എത്തിയിട്ട് ഈ 261 പേരെയും അവിടുത്തെ സൂപ്പർമാക്സ് ജയിലിൽ അടച്ചു, ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടി ആണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ നൈബ് ബൂഗലെ എന്ന് പറയുന്ന എൽ സാൽവദോർ പ്രസിഡന്റും പറഞ്ഞു, അവരെ കൊണ്ടുവന്നു, തടവുകാരെ പോലെ കൊണ്ടുവന്ന് ഇവിടെ ജയിലിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ജില്ലാ ജഡ്ജി അങ്ങ് ചൊടിപ്പിച്ചു. ജില്ലാ ജഡ്ജി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചില്ല, ഇന്റർനാഷണൽ വാട്ടറിലാണെങ്കിൽ എന്ത് വിമാനം അമേരിക്കയുടെ അല്ലേ, തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞു, പോടെ എന്ന് പറഞ്ഞു. എന്തിന് ട്രംപ് പറഞ്ഞ വർത്തമാനമാണ്,
ഇവിടെ ചില ജഡ്ജിമാർ, ഈ ജഡ്ജിക്ക് വട്ടാണ്, ലുണാറ്റിക്, ട്രബിൾ മേക്കർ ആൻഡ് അജിറ്റേറ്റർ. ഈ ജഡ്ജിയെ നിയമിച്ചത് ആരാണെന്നറിയോ? റാഡിക്കൽ ലെഫ്റ്റ്, തീവ്രവാദികളായ ഇടതുപക്ഷക്കാരായ ആളുകൾ നിയമിച്ച റാഡിക്കൽ ലെഫ്റ്റ് ആയിട്ടുള്ള കുറേ ജഡ്ജിമാരുണ്ട്. ഇവന്മാരൊക്കെ എവിടെ നിന്ന് വന്നതെന്നറിയോ? എന്നിട്ട് ബറാക്ക് ഒബാമ എന്ന് പറഞ്ഞു. ബറാക്ക് ഒബാമ എന്നല്ല പറഞ്ഞത്, ബറാക്ക് ഹുസൈൻ ഒബാമ നിയമിച്ചവരാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ അതിന്റെ ഉദ്ദേശം? ബറാക്ക് ഒബാമ എന്ന് പറയാതെ ഈ ജഡ്ജിമാരെയൊക്കെ നിയമിച്ചത് ബറാക്ക് ഹുസൈൻ ഒബാമ നിയമിച്ച ജഡ്ജിമാരാണ്. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കുളമാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ബറാക്ക് ഒബാമ ആരാന്നറിയോ? അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഒന്നുമില്ല, അയാൾ ജയിച്ചിട്ടൊന്നുമില്ല, അയാൾ അട്ടിമറിയിലൂടെ വന്നതാണ്. ഞാൻ ആരാന്നറിയോ? ഞാൻ എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളിലും 7 സ്റ്റേറ്റിലും ജയിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പ്രസിഡന്റാണ് ഞാൻ. അയാൾ എത്ര ജയിച്ചു? അയാൾ എവിടെ ജയിച്ചു? അയാൾ ജയിച്ച പ്രസിഡന്റ് ഒന്നുമല്ല അയാൾ എന്ന് പറഞ്ഞു ബറാക്ക് ഹുസൈൻ ഒബാമനെ ഊടുപാടി ചീത്ത. എന്നിട്ട് പറഞ്ഞു, എന്നെ രാജ്യത്തെ ജനങ്ങളെ ഏൽപ്പിച്ചത് ഞാൻ ഈ കാര്യമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ ഇലക്ഷൻ നിന്നത്. പറഞ്ഞത് ചെയ്യാനാണ് ട്രംപ് ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ കോടതിയൊന്നും എന്നെ വരട്ടാൻ പറ്റരുത്. നിന്നെയൊക്കെ ഇമ്പീച്ച് ചെയ്തോളൂ, നിനക്കൊക്കെ പ്രാന്ത, നീയൊക്കെ വട്ടന്മാരാ, നീയൊക്കെ അജിറ്റേറ്റർമാരാണ്, നീയൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവരാ, നീയൊക്കെ ഇടതുപക്ഷക്കാരാ, നീയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, നീയൊക്കെ ഇസ്ലാമിസ്റ്റുകളാണ്, നിന്നെയൊക്കെ ബറാക്ക് ഹുസൈൻ ഒബാമ നിയമിച്ചതാണ്, പുറത്താക്കും, ഇമ്പീച്ച് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇയാളെ മാത്രമല്ല ഇനിയും കുറെ കുറുക്കന്മാർ വിട്ടിരിപ്പുണ്ട്, ഇവന്മാരെയൊക്കെ ശരിയാക്കും. ശരി, അപകടകാരികളായ കൊലയാളികൾക്കും ക്രിമിനൽസിനും വർഗീയ ഭ്രാന്തന്മാർക്കും ഉള്ള രാജ്യമല്ല അമേരിക്ക. ഞാൻ ഇനിയും കയറ്റി അയക്കും, എന്നാ ചെയ്യാൻ പറ്റും, ഒരു വിമാനം തിരിച്ചു വിളിക്കത്തില്ല എന്ന് ട്രംപ് പറഞ്ഞു. സത്യത്തിൽ കോടതി തവിട് പിടിക്കായിപ്പോ അല്ലേ? ഒരു പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റ് പറയാ ഇല്ല, കോടതി പറഞ്ഞു വിമാനം തിരിച്ചു വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല വിളിക്കാൻ, വിമാനം വിട്ടുപോയി. കാരണം ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ട്രംപ് ലോകത്തെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്കയ്ക്ക് ക്ഷേമം. അമേരിക്ക UK പോലെ ആവരുത്. UK വിദ്യാഭ്യാസ മന്ത്രി ഊശാന്താടി വെച്ച ഒരാളാണ് ഇപ്പം, ഒരു മൊല്ലാക്കിയാണ് വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തു. UK 17 മേയർമാർ പാകിസ്ഥാനി മുസ്ലിംസ് ആണ്. ഇസ്ലാമിക രാജ്യമായി UK മാറിക്കൊണ്ടിരിക്കുക. അത് അമേരിക്ക വേണ്ട, അമേരിക്കക്കാരൻ്റെ. ഇവിടെ ഇസ്ലാമിക രാജ്യമൊന്നും ആക്കാൻ പറ്റത്തില്ല. ഈ രാജ്യത്ത് ഒരു ഹമാസും വേണ്ട, ഒരു ഇസ്ലാമിസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, അമേരിക്കക്കാരൻ മതി. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അങ്ങനെ പോയാൽ മതി എന്നാണ് ട്രംപ് പറയുന്നത്. അതിനിടയ്ക്ക് കയറി കളിക്കാൻ വന്ന ഏത് ബറാക്ക് ഹുസൈൻ ഒബാമ കൊണ്ടുവന്നവനാണേലും അടിച്ച് ഞാൻ പുറം പൊളിക്കും എന്ന് ട്രംപ് പറയുകയാണ്. ട്രംപ് പറയുന്ന അത്രയും ഭാഷയൊന്നും പറഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് സ്വാംശീകരിക്കാത്ത കുറേ കാര്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യത്തെ ഭരണാധികാരികളും ഒന്നും കേൾക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടിട്ട്, ഈ പ്രസംഗം കേട്ടിട്ട് കിടുങ്ങിപ്പോയി സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജോൺ ജെ റോബർട്ട്സ് ജൂനിയർ, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞല്ലോ, വിധിയിൽ എതിർപ്പുണ്ടായാൽ അല്ലയോ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യലല്ല, അപ്പീലാണ് വേണ്ടത്. അതിന് ഞങ്ങളാരും ഒബാമ ജഡ്ജില്ല, ട്രംപ് ജഡ്ജില്ല, ബുഷ് ജഡ്ജില്ല, ക്ലിന്റൺ ജഡ്ജില്ല, ഞങ്ങളെല്ലാവർക്കും തുല്യ നീതി കൊടുക്കാനിരിക്കുന്നത്. ഇങ്ങനെയൊന്നും പറയരുത്. സത്യത്തിൽ ഭയങ്കര ഡാമേജിങ് ആണ്. ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തെ ഒരു പ്രസിഡന്റ്, രാജ്യത്തിൻ്റെ ഭരണത്തലവൻ വന്നിട്ട് പറയാണ് ലുണാറ്റിക്കാണ്, ട്രബിൾ മേക്കേഴ്സാണ്, അജിറ്റേറ്ററാണ്, ബറാക്ക് ഹുസൈൻ ഒബാമ നിയമിച്ച പ്രത്യേക താല്പര്യമുള്ള, ഇസ്ലാമിക താല്പര്യമുള്ള, ഇടതുപക്ഷ താല്പര്യമുള്ള ജഡ്ജിമാരാണ്, എൻ്റെ പരിപാടികൾ അട്ടിമറിക്കുകയാണ്, ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ മാനിഫെസ്റ്റോയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയാണ്, അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ജനം കോടതികൾക്കെതിരാകുമോ എന്ന് അമേരിക്കൻ സുപ്രീം കോടതിക്ക് പേടിയുണ്ട്. പേടിച്ചു, വല്ലാതെ പേടിച്ചു. അപ്പോൾ ഇത് വളരെ ധീരമായി അമേരിക്കയ്ക്ക് വേണ്ടി ട്രംപ് ചെയ്യണം. മാഗ എന്ന് പറയുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന വലിയൊരു മൂവ്മെൻറ്റ് ട്രംപിന് കൈയടിക്കാൻ, ട്രംപിൻ്റെ കൂടെ നിൽക്കാനുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അമേരിക്കൻ ദേശീയത, അമേരിക്കൻ നാഷണലിസം, അമേരിക്കക്കാരുടേത് എന്നുള്ള വികാരം ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോഴത്തേക്ക് അമേരിക്കക്കാരുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഓർക്കും, അപ്പോൾ പിന്നെ ഇന്ത്യക്കാരെ പുറത്താക്കുന്നില്ലേ? ഇന്ത്യക്കാർ നിയമാനുസൃതം വന്നോട്ടെന്നേ. നിയമവിരുദ്ധമായി വന്നാൽ ഇവിടെ വേണ്ട എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ ഇവിടെ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കണ്ടു കേട്ടോ, ഒരു പോസ്റ്റർ കേട്ടോ, ഇവിടെ ഇന്ത്യയിൽ അഭയാർത്ഥികളായി താമസിക്കുന്ന റോഹിംഗ്യൻകാർക്ക് ധനസഹായം കൊടുക്കാൻ 1000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങുന്നുണ്ട്. സത്യത്തിൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. റോഹിംഗ്യൻസ് ഇവിടെ അഭയാർത്ഥികളായി വന്ന് ഈ രാജ്യത്തെ എല്ലാ കൊള്ളയും കൊലയും ഒക്കെ നടത്തുന്ന, മ്യാൻമറിൽ നിന്ന് അവിടുത്തെ വലിയ കലാപം ഉണ്ടാക്കിയത് അവിടുത്തെ ബുദ്ധസന്യാസികൾ, ബുദ്ധമതക്കാർ ഓടിച്ചു വിട്ടവന്മാർ ഇവിടെ വന്ന് നുഴഞ്ഞു കയറി കഴിയുന്നവർക്ക് 1000 രൂപ വീതം അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പിരിക്കാൻ ഇവിടെ കുറേ ആളുകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് വരുന്നവനെയൊക്കെ നല്ല പച്ച മടൽ വെട്ടി അടിക്കുകയാണ് വേണ്ടത്.
അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പം അമേരിക്കയിൽ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒരു വകയുണ്ട്. കാരണം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള അറ്റോർണിയാണ് ട്രംപിന് വേണ്ടി ഈ കേസുകൾ വാദിക്കുന്നത്. അഭിഷേക് കംബ്ലി ഡെപ്യൂട്ടി അസോസിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ട്രംപിന് വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി നിലപാടെടുത്തു. ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ ഇവർക്ക് വല്ലാതെ വിഷമിക്കും വരാൻ കുരുപൊട്ടാനും കാരണം 1798 ഒരു നിയമമുണ്ട്. 1798 ഒരു നിയമം, ഏലിയൻ എനിമീസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം ട്രംപ് കൊടുത്തിട്ടത്. കാരണം ഇവന്മാരെ കയറ്റി വയ്ക്കണ്ടേ, എന്തുണ്ടോ നിയമം ഒന്ന് തപ്പിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ട്രംപേ ഒരു പഴയ നിയമമുണ്ട്, ഏലിയൻ എനിമീസ് ആക്ട്. അതായത് നമ്മുടെ ശത്രു രാജ്യത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ഏലിയൻസ് ആണ്. അവന്മാരെ പുറത്താക്കാൻ വേണ്ടി 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു നിയമം ഇവിടെ കിടപ്പുണ്ട്. ആ നിയമം എടുക്കാമെന്ന് പറഞ്ഞു. ആ നിയമം ഇപ്പോഴും ഉണ്ട്, അമേരിക്കൻ നിയമമാണ്. അതെടുത്തിട്ടാണ് ഈ വെനസ്വേലക്കാരെ പുറത്താക്കി. വെനസ്വേല ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ. അതെ. അതുകൊണ്ട് കമ്മ്യൂണിസം അമേരിക്കയുടെ ശത്രുവാണ്. അത് വെച്ചിട്ട് ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമത്തിൻ്റെ പേരിലാണ് ഡീപ്പോർട്ട് ചെയ്തത്. ഏതായാലും കോടതി അപ്പോൾ ചോദിച്ചു, നമ്മുടെ ജില്ലാ കോടതി അമേരിക്ക ചോദിച്ചു, എത്ര പേരെ നിങ്ങൾ കയറ്റി അയച്ചു? അപ്പോൾ അഭിഷേക് കംബ്ലി എന്ന് പറഞ്ഞ ട്രംപിൻ്റെ അസോസിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു, പറ്റത്തില്ല, പറയാൻ സൗകര്യമില്ല. എത്ര പേരെ നിങ്ങൾ കയറ്റി അയച്ചു? പറയാൻ പറ്റത്തില്ല എന്ന് മറുപടി. കോടതി പറഞ്ഞല്ല, കോടതിക്ക് അറിയണം. കോടതിയോട് പറയാൻ പറ്റത്തില്ല, ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് പറയാൻ സൗകര്യപ്പെടില്ല എന്ന് അവിടുത്തെ അറ്റോർണി ജനറൽ, ഡെപ്യൂട്ടി അസോസിയേറ്റ് അറ്റോർണി ജനറൽ അഭിഷേക് കംബ്ലി പറഞ്ഞു. കോടതിയുടെ അടുത്ത് പോലും എന്തിനാ? രാജ്യത്തിന്റെ സുരക്ഷയാണ്, കോടതിക്ക് എന്ത് കാര്യം? കോടതി അവിടെ നിന്ന് ആ തട്ടുംപുറത്ത് കയറിയിരുന്നു എല്ലാം വിളിച്ചു പറയും, അതൊക്കെ പത്രത്തിൽ വരും. രാജ്യസുരക്ഷയെ ബന്ധിക്കുന്ന കാര്യമാണെന്നേ, പറയാൻ സൗകര്യമില്ല. എന്ത് ചെയ്യും? ട്രംപിനെ അങ്ങ് മൂക്കി കയറ്റുമോ? ട്രംപിന്റെ മൂക്കി കയറ്റുമോ? രാജ്യസുരക്ഷ. ട്രംപ് എന്നിട്ട് ജനങ്ങളോട് പറയും, ഇവന്മാർക്ക് ഭ്രാന്താണ്, ഇവന്മാർ രാജ്യവിരുദ്ധരാണ്, ഇവർക്ക് ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊക്കെ കോടതി വരണം, എന്നിട്ട് പത്രത്തിൽ വരണം, ന്യൂയോർക്ക് ടൈംസിൽ വരണം, എന്നിട്ട് നമ്മുടെ ശത്രുക്കൾ അറിയണം. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. ഇത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാന്നേ, നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ ആവാൻ വേണ്ടി. നിങ്ങൾ ബ്രിട്ടനിലേക്ക് നോക്ക്, എന്താ ബ്രിട്ടൻ? അതുപോലെ ആവണോ അമേരിക്ക എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കക്കാരും വേണ്ട 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 ട്രംപ് സാറേ, ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയും. ഏതായാലും ട്രംപ് തകർക്കുകയാണ്. ട്രംപ് ഇപ്പോൾ കോടതിയുടെ മേശപ്പുറത്തിരിക്കുന്ന കൊട്ടുപടി എടുത്ത് ജഡ്ജിമാരുടെ മണ്ടയ്ക്ക് നല്ല വീശിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.